അങ്ങനെ സിദ്ധാർത്ഥ ഗൗതമൻ മറ്റ് സന്യാസിമാരുടെ കൂടെ കാട്ടിൽ സന്യാസ ജീവിതം ജീവിക്കാൻ തുടങ്ങി. പക്ഷേ അതിലും സാറ്റിസ്ഫാക്ഷൻ സിദ്ധാർത്ഥ ഗൗതമന് കിട്ടിയില്ല. അപ്പം അങ്ങനെ 6 ഇയേഴ്സിന് ശേഷം ഒരു കുഞ്ഞിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ബൗൾ ഓഫ് റൈസ് സിദ്ധാർത്ഥ ഗൗതമൻ സ്വീകരിച്ചു. അത് കണ്ട മറ്റ് സന്യാസിമാർ പറഞ്ഞു, നീ സന്യാസ ജീവിതം ത്യജിച്ചിരിക്കുകയാണ്, റിജക്ട് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി നമ്മളുടെ കൂടെ സന്യാസ ജീവിതം ജീവിക്കാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് അവർ വേറെ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ സിദ്ധാർത്ഥ ഗൗതമൻ ഒറ്റക്കായി. ഒരു ബോധി ട്രീന്റെ അണ്ടറിൽ സിദ്ധാർത്ഥ ഗൗതമൻ ഭയങ്കര മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. ഡീപ് തോട്ട്സിൽ പറയുന്നത് സിദ്ധാർത്ഥ ഗൗതമന്റെ മെഡിറ്റേഷന്റെ ഡെപ്ത് അതിന്റെ സ്ട്രെങ്ത് കൊണ്ട് സിദ്ധാർത്ഥ ഗൗതമന് ചുറ്റും മെഡിറ്റേഷന്റെ ഓറ ലൈറ്റ് വിസിബിൾ ആയിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ തോട്ട് എന്താന്നുള്ളതല്ലേ, അതായത് സിദ്ധാർത്ഥ ഗൗതമൻ ചിന്തിക്കുന്നത് ലക്ഷറി ലൈഫോ എനിക്ക് പറ്റുന്നില്ല, സന്യാസ ജീവിതവും എനിക്ക് പറ്റുന്നില്ല, അപ്പം എന്ത് ജീവിതം എനിക്ക് പറ്റുക? ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നത്. അങ്ങനെ 7 വീക്സ് ഈ ബോധി ട്രീന്റെ അണ്ടറിൽ മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം എൻലൈറ്റൻമെന്റ്, അതായത് അവേക്കനിങ്, അതായത് അറിവ് കിട്ടിയ ദിവസമാണ് 7 വീക്സ് കഴിഞ്ഞിട്ട്. ആ അറിവ് കിട്ടിയവൻ എന്ന് സംസ്കൃത പറയുമ്പോൾ ബുദ്ധ എന്ന പേര് സിദ്ധാർത്ഥ ഗൗതമന് കിട്ടി. അങ്ങനെ സിദ്ധാർത്ഥ ഗൗതമൻ ഗൗതമ ബുദ്ധയായി മാറി. എന്നിട്ട് ഈ അറിവ് എന്താന്ന് വെച്ചാല് 2 എക്സ്ട്രീം ലൈഫ്സ്, അതായത് ലക്ഷറിയും അല്ല സന്യാസ ജീവിതവും അല്ലാതൊരു ജീവിതമാണ് ഗൗതമ ബുദ്ധൻ സ്വീകരിച്ചതും 45 ഇയേഴ്സോളം ഈ അറിവ് മറ്റുള്ളവരിൽ എത്തിക്കാൻ ശ്രമിച്ചതും എന്ന് പറയുന്നത്. ഗൗതമ ബുദ്ധന്റെ ഡെത്ത് സ്പെസിഫൈഡ് അല്ല, പക്ഷെ പറയുന്നത് 80 ഇയേഴ്സിൽ കണ്ടാമിനേറ്റഡ് ഫുഡ്, അതായത് ഇങ്ങനെ ഈ കുറച്ച് പോയിസൺ ഒക്കെ ഉള്ള ഫുഡ് കഴിച്ച് എന്താ പറയുക സുഖമില്ലാതായിട്ടാണ് മരിച്ച എന്ന് പറയുന്നത്.